അതങ്ങനെയാ. ഇനിയുണ്ട് സമയം. പല ട്രെയിനുകൾ ഇനിയും വരാനുമുണ്ട്. രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്കും. എന്നിട്ട് പോകണ്ടെന്നാണ് തീരുമാനമെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നേരെ. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക. ആ അമ്മാമ്മ അല്പം ഇടംതിരിച്ചിലുകാരിയാണെങ്കിലും പ്രകാശന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ല. നിങ്ങൾക്ക് പിരിയാൻ വിഷമമുണ്ടെങ്കിലേ അതിനേക്കാൾ വിഷമമുണ്ടടാ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു. നിങ്ങൾക്കത് തോന്നാൻ വൈകിയെന്നേ ഉള്ളൂ. മോളെ, പപ്പ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഫിറ്റല്ലല്ലോ ജോബേ, പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നത്? ആ എന്നാ മക്കളെ, എപ്പോഴാന്ന് വെച്ചാ വാ.